ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ വന്നപ്പോൾ പഴം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതാകുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ, പപ്പടയും വറുത്തെടുത്താൽ മതി. പഴയും പപ്പടയും കൂടി കഴിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ റവക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയായിരുന്നു. റവ റോസ്റ്റ് ചെയ്ത റവ തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ചൂടാക്കിയെന്നുള്ളൂ. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ ഉപ്പുമാവിക്ക് ഒഴിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളക്കുമല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ തന്നെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചത്. നമ്മൾ പാനൊക്കെ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തു. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയൊരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. ഇപ്പം ഇച്ചിരി ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പുമാവ് റവ ഇട്ടതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർക്കാമെന്ന് ഓർത്തിട്ട് ഇപ്പോൾ ഒരു ഇച്ചിരി നമ്മുടെ സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തില്ല. ഇനി പിള്ളേരൊക്കെ കഴിക്കാൻ നേരത്തെ അങ്ങനെ കടിക്കേണ്ട എന്നോർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്തതായിരുന്നു. പിന്നെ നമുക്ക് അതിലേക്ക് ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. ക്യാരറ്റ് ഒരു ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുക്കണതല്ലേ. അപ്പോൾ പച്ചക്കറി കുഴപ്പമില്ല എന്നോർത്തിട്ടാണ്. കാരണം ഇനിയിപ്പോൾ വെന്ത് വരുമ്പോൾ ഇതങ്ങനെ ഒട്ടും ഉണ്ടാവില്ല. നമ്മുടെ റവയിലൊക്കെ നല്ല കുഴഞ്ഞ് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. റവ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. റവ പിന്നെ അതിലിട്ടിട്ട് തന്നെ പിന്നെയും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായി. എന്നിട്ടാണ് പിന്നെ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ കറക്റ്റിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം വെള്ളം നന്നായി തിളച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഒഴിക്കുമ്പോഴും ഇങ്ങനെ നല്ല തിളച്ച് വന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായി. എന്നിട്ട് ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായി. ഒരു 3-4 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായി സോഫ്റ്റായിട്ട് നമുക്ക് ഉപ്പുമാവ് കിട്ടും. എന്നിട്ട് ഞാൻ വീണ്ടും പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായി. അങ്ങനെ പിന്നെ അടച്ച് വെച്ചിട്ടാണ് അങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഉപ്പുമാവ്. അതാകുമ്പോൾ നല്ല സോഫ്റ്റായിരിക്കും ഉപ്പുമാവ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ചേർത്താലൊരു നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അങ്ങനെ മധുരമൊന്നും അങ്ങനെ അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ കറിയില്ലാണ്ട് കഴിക്കുമ്പോൾ നമ്മൾ പഴമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ അതിലേക്ക് ഞാൻ ഇച്ചിരി തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ. കാരണം ഇപ്പോഴത്തെ ടൈമിൽ നമ്മൾ തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അടി പിടിച്ച് പോകുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ഇതാക്കുന്ന സമയം കൊണ്ട് പിന്നെ നമുക്ക് ചായക്കുള്ളതൊക്കെ ഒന്ന് ചായ തിളപ്പിക്കാൻ വേണ്ടി ആ പാത്രത്തിൽ തന്നെ ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളം വെച്ചിട്ട് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് അത് തിളച്ച് അപ്പോൾ നമ്മുടെ രാവിലത്തെ നമുക്ക് ഉപ്പുമാവും ചായയൊക്കെ റെഡിയായി. ചായ കൂടിയും ഒക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ ഇച്ചിരി പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ചക്കുള്ള ജോലിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. ഇപ്പോൾ കുമ്പളങ്ങ ഉണ്ടായിരുന്നു, മോര് കാച്ചാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ ഒന്ന് അരിയായിരുന്നു. ആ സമയത്ത് മോൻ മിഠായി കൊണ്ട് വന്നിട്ട് അതൊന്ന് പൊട്ടിച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവനക്ക് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും അതുപോലെ തന്നെ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ അരിഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മളൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേവിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു വിസിൽ വന്നാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇങ്ങനെ വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. കുമ്പളങ്ങ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് പിന്നെ മീനൊക്കെ നന്നാക്കി എടുക്കാണ്ടായിരുന്നു. അങ്ങനെ മീനെല്ലാം നന്നാക്കി വെച്ച് മീൻ വറുക്കാനായിരുന്നു. പിന്നെ അതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും കറിവേപ്പില അതുപോലെ ഒരു 3 സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഇതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ മീനിൽ ഒരുപാട് വെള്ളം ചേർക്കില്ലല്ലോ. അങ്ങനെ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കിയാലും മതി. ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് അരച്ചെടുക്കണ്ടല്ലോ. പക്ഷേ ഞാനിങ്ങനെയാണ് മീൻ വറുക്കാൻ നേരത്തേക്ക് മസാല തയ്യാറാക്കുക. അതാകുമ്പോൾ നന്നായിട്ട് ഉപ്പാണെങ്കിലും എല്ലാം കറക്റ്റിന് നമുക്ക് കിട്ടിക്കോളും. പിന്നെ മീനാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള മീനായതുകൊണ്ട് ഓരോ മീനും എടുത്തിട്ട് നമ്മളിങ്ങനെ തേച്ചിട്ടാണ് പിന്നെ എല്ലാം കൂടി മിക്സാക്കിയിട്ട് അങ്ങനെ വരട്ടി വെച്ചുള്ളതാണ്. അങ്ങനെ ഞാനിതൊരു
ഒരുപാട് സമയമൊന്നും മാറ്റി വെച്ചിട്ടാണ്, കാരണം പിന്നെ നമ്മൾ കറി വയ്ക്കലും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് മീൻ വറുക്കാൻ വേണ്ടി എടുത്തത്. ഇങ്ങനെ തേച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായി. ഒരു 3/4 മണിക്കൂർ ഏകദേശമൊക്കെ നിന്നിട്ടുണ്ടായി, കാരണം വലിയ മീനല്ല. അപ്പോൾ ഇച്ചിരി കൂടുതൽ നേരം മസാല ഒക്കെ പുരട്ടിയിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് വേഗം ആ പണി അങ്ങോട്ട് കഴിച്ച് വെച്ചത്. അങ്ങനെ മീനെല്ലാം മസാല തേച്ചിട്ട് അതങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ കറിക്കുള്ള തേങ്ങയ്ക്കൊന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുമന്നുള്ളിയും എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നെ ഇച്ചിരി ഒരു നല്ല ജീരകയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, മോര് കറി വെക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പിന്നെ അത് നന്നായിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. കുമ്പളങ്ങ വേവിച്ചത് ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായി. അങ്ങനെ നമ്മുടെ അരപ്പും തയ്യാറാക്കിയിട്ട് കറക്റ്റ് ഉപ്പൊക്കെ ഒന്ന് പാകമാക്കി നോക്കിയെടുത്ത് അതൊന്ന് കുറുകി വന്നതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മുടെ തൈര് ഒഴിച്ച് കൊടുത്തത്. തൈര് ഒഴിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, ഒന്ന് തിള വന്നാൽ മതി. പിന്നെ നമ്മൾ അധികം കൂടുതൽ തിളക്കില്ലല്ലോ. അങ്ങനെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം കറി അങ്ങോട്ട് മാറ്റി വെച്ച്, എന്നിട്ട് നമുക്കിനി ഈ കറി ഒന്ന് താളിച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് പിന്നെ നമ്മൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുകെല്ലാം അങ്ങനെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഒരു 1/2 സ്പൂൺ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ല എന്തോന്നാ ഉലുവ, അത് മറന്നുപോയി, ഉലുവ ചേർത്ത് കൊടുത്ത് ഉലുവെല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറിയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ടായി. പിന്നെ ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമാണ് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതേ ചട്ടിയിൽ തന്നെയാണ് ഇച്ചിരി ചെമ്മീൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ. അപ്പോൾ ചെമ്മീൻ ഇച്ചിരി ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് അതൊന്ന് ചമ്മന്തി ആക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ കറിക്കെടുത്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയും ഇഞ്ചും അതുപോലെ തന്നെ നമ്മുടെ ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീനൊന്ന് ഏകദേശം റോസ്റ്റായി വന്നതിന് ശേഷമാണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് നമ്മുടെ പുളി ഉണ്ടല്ലോ, വാളംപുളി, അതും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ചമ്മന്തിക്ക് പാകത്തിനുള്ളത് അരച്ചെടുത്തിട്ടുണ്ടായി. നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ തേങ്ങ വറുത്തിട്ട് നമ്മൾ ചമ്മന്തി അരക്കുമ്പോഴേ, കാരണം ഇച്ചിരി ഉണ്ടായുള്ളൂ ചെമ്മീൻ, അപ്പോൾ അത് വെച്ചിട്ട് മോര് കറിക്ക് നല്ലതാണല്ലോ ചെമ്മീൻ ചമ്മന്തി, അങ്ങനെ ഓർത്തതാണ്. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ടായിട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചമ്മന്തിയും എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ടായി. എന്നിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി പച്ചക്കായ നന്നാക്കി എടുക്കാണ്ടായിരുന്നു, ഒലത്താൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇച്ചിരി നേരം ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായി. അതാകുമ്പോൾ അതിൻ്റെ ആ കറൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ പെട്ടെന്ന്. കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളത്തിലോ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കറൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ അതൊക്കെ നന്നാക്കി എടുത്ത് അത് ഒലത്താൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് പിന്നെ മീൻ വറുക്കാൻ വേണ്ടി വെച്ചുള്ളത്. അതാകുമ്പോൾ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ നന്നായിട്ട് ഇച്ചിരി ചൂടോടെ നമുക്ക് മീൻ കഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തത് ഇവിടെ ഏകദേശം ഒരു വശമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ മസാല തേച്ചിട്ട് ഇച്ചിരി കൂടുതൽ ടൈം വെച്ചല്ലോ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ കറി ഉണ്ടാക്കണം മുന്നേ തന്നെ മസാല ഒക്കെ തേച്ച് വെച്ചുകൊണ്ട് മീനിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു മീൻ. അപ്പോൾ ഏകദേശം ഒരു വശമൊക്കെ ആയിക്കഴിഞ്ഞ് ഞാൻ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായി. ഈ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ വലിയ മീനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നല്ല മീനായിരുന്നു. ആ മീനിൻ്റെ പേര് എന്തുട്ടാന്ന് എനിക്കറിയത്തില്ല, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു മീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.